1 കിലോ സ്വർണം കടത്തിയാൽ കിട്ടുന്ന ലാഭം എത്രയാണെന്നറിയാമോ? ലക്ഷങ്ങളാണ്. ഈ ലാഭത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് സ്വർണം കടത്തുന്ന ഒരു വലിയ ശൃംഖല തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വരാത്ത നികുതി വെട്ടിച്ച പണമാണ് കള്ളപ്പണം. ഈ പണം വെളുപ്പിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമായി പലരും കാണുന്നത് സ്വർണത്തെയാണ്. സ്വർണത്തിന് എന്നും വിലയുണ്ട്, അത് എവിടെയും കൊണ്ടുപോകാം. അതുകൊണ്ടാണ് കേരളത്തിലെ കള്ളപ്പണ വിപണിയും സ്വർണ്ണക്കടത്തും പാലും പഴവും പോലെ ഒട്ടി നിൽക്കുന്നത്. ഇന്ത്യയിൽ സ്വർണത്തിന് വലിയ തോതിൽ ഇറക്കുമതി നികുതിയുണ്ട്. വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങുമ്പോൾ വില കുറവാണ്. ഈ നികുതി വെട്ടിച്ച സ്വർണം ഉള്ളിലേക്ക് എത്തിച്ചാൽ ഗ്രാമിന് വലിയൊരു തുക ലാഭം കിട്ടും. ഈ ലാഭമാണ് സാധാരണക്കാരെ പോലും കാരിയർ ആക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ പിടിക്കപ്പെട്ടാൽ ജയിലും വലിയ പിഴയുമാണ് കാത്തിരിക്കുന്നത് എന്ന് പലരും മറന്നുപോകും. സ്വർണ്ണക്കടത്തിന് പിന്നിൽ പലപ്പോഴും ഹവാല പണത്തിന്റെ വലിയൊരു പങ്കുണ്ട്. വിദേശത്തുള്ള പ്രവാസികളുടെ പണം നാട്ടിലെത്തിക്കാൻ ബാങ്കിന് പുറത്തുള്ള വഴികൾ ഉപയോഗിക്കുന്നതാണ് ഹവാല. ഈ പണം സ്വർണമായി മാറ്റി നാട്ടിലേക്ക് കടത്തുമ്പോൾ അത് ഇരട്ടി ലാഭമായി മാറുന്നു. നമ്മുടെ നാട്ടിലെ പല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ലോട്ടറി അടിച്ച് പണം വെളുപ്പിക്കുന്നതിലും ഒക്കെ ഈ കറുത്ത പണം ഒഴുകുന്നുണ്ട് എന്നതാണ് പച്ചയായ സത്യം. സ്വർണ്ണക്കടത്ത് കേവലം ഒരു ക്രൈം മാത്രമല്ല, അത് നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. ഗവൺമെന്റിന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ നികുതിയാണ് ഇതുവഴി നഷ്ടമാകുന്നത്. ഈ പണം പലപ്പോഴും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വരെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. ചുരുക്കത്തിൽ ഈ ഈസി മണി നമ്മുടെ നാടിന്റെ ഭാവിക്ക് വലിയ ഭീഷണിയാണ്. ചുരുക്കത്തിൽ പെട്ടെന്ന് പണക്കാരനാകാൻ സ്വർണ്ണക്കടത്തിനെ കൂട്ടുപിടിക്കുന്നത് സ്വന്തം ജീവിതം കൊണ്ടുള്ള പന്താട്ടമാണ്. സത്യസന്ധമായ സമ്പാദ്യമാണ് എന്നും നിലനിൽക്കുക. ഈ സ്വർണ്ണക്കടത്ത് വാർത്തകളെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നിയമങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കണമോ അതോ സ്വർണ്ണ നികുതി കുറയ്ക്കണമോ? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ച്.